ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം ശ്രവിച്ച് തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ മനുഷ്യജീവിതത്തിന് അതിൻ്റെ പൂർണ്ണതയും അർത്ഥവും സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, വളരെ ധനാഢ്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കുകയുണ്ടായി. ഒത്തിരി സമ്പത്തും സുഖസൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യൻ സ്വർഗത്തിലെ കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ്, മരിച്ചു കഴിഞ്ഞ മത്തായി ചേട്ടൻ്റെ ആത്മാവ് സ്വർഗ കവാടത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ചിരുന്ന പത്രോസും അതിന് കാവൽ നിന്ന വിശുദ്ധ മിഖായേലും മത്തായി ചേട്ടനോട് പറഞ്ഞു, അല്പം നിൽക്ക്, ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മത്തായി ചേട്ടൻ ഉത്തരം പറഞ്ഞിട്ട് മത്തായി ചേട്ടനെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയുള്ളൂ. ചോദ്യം ഇപ്രകാരമായിരുന്നു. പത്രോസ് ചോദിച്ചു, മത്തായി ചേട്ടൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ നന്മ പ്രവർത്തികളാണ് ചെയ്തത് എന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? മത്തായി ചേട്ടൻ അല്പമൊന്ന് കുഴങ്ങി ചിന്തിക്കാനായിട്ട് തിരിഞ്ഞു നോക്കി. ഒത്തിരിയേറെ സമ്പത്ത് നേടിയിട്ടുണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ സമ്പത്ത് വാരിക്കൂട്ടിയിട്ടുണ്ട്. മത്തായി ചേട്ടൻ പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ സമ്പാദ്യം ഭൂമിയിൽ ഉണ്ടാക്കി, ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അതിപ്പോൾ കൈക്കലാക്കി കാണും. അദ്ദേഹം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടുംബവും താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ സമയം ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് സഹായം ചോദിച്ചു. ഒത്തിരി കടബാധ്യതയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം കൊടുക്കണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഭാര്യയുടെ നിർബന്ധം മൂലം ഒരു 500 രൂപ ഈ ജോസഫ് ഏട്ടന് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി. അങ്ങനെ ഞാനൊരു നല്ല പ്രവൃത്തി ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും താല്പര്യത്തോടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ വീണ്ടും ചോദ്യം വന്നു, മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കണ്ടെത്തി പറയാൻ പറ്റുമോ? മത്തായി ചേട്ടൻ വീണ്ടും തൻ്റെ പഴയ ജീവിതത്തിലേക്ക്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത നന്മ പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതി നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടെത്തി, തൻ്റെ അടുക്കൽ ഭിക്ഷക്കാരനായിട്ട് വന്ന ഒരു മനുഷ്യന് ഈ മത്തായി ചേട്ടൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു മുഷിഞ്ഞ 10 രൂപ നോട്ട് കൊടുത്തിട്ടുണ്ട്. മത്തായി ചേട്ടൻ പെട്ടെന്ന് പത്രോസിനോടും വിശുദ്ധ മിഖായേലിനോടും പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ കൊടുത്തു. ഇത് കൊടുത്ത് വീണ്ടും സ്വർഗത്തിൽ കയറണമെന്നുള്ള തീഷ്ണതയോടെ നിൽക്കുമ്പോൾ പത്രോസ് മിഖായേൽ മാലാഖയുമായിട്ടൊന്ന് സംസാരിച്ച് ആലോചിക്കുകയാണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്. മിഖായേൽ മാലാഖ പത്രോസിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഭൂമിയിലായിരുന്നപ്പോൾ നന്മകളൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം കൊടുത്ത 510 രൂപ കൊടുത്ത് ഇദ്ദേഹത്തെ നരകത്തിലേക്ക് നമുക്ക് പറഞ്ഞയക്കാം. പത്രോസ് മത്തായി ചേട്ടൻ്റെ അടുക്കൽ വന്നിട്ട്, ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾ 510 രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, അത് സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ട്, ഈ 510 രൂപ ഇന്ന് കൊണ്ടുപോയിക്കോളൂ. മത്തായി ചേട്ടൻ വളരെ വിഷമിച്ച് ആ 510 രൂപയും വാങ്ങി സ്വർഗകവാടത്തിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. പൊട്ടി കരയുവാനായിട്ട് തുടങ്ങി. മത്തായി ചേട്ടൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, ഭൂമിയിൽ തനിക്കെല്ലാ സുഖസൗകര്യങ്ങളും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഉണ്ടായിട്ടും അത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നൊമ്പരം മത്തായി ചേട്ടൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവിനെ മറന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഇതുപോലുള്ള പരാജയങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. മത്തായി ചേട്ടൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, സമ്പത്ത് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളതാണെന്നുള്ള ചിന്ത മത്തായി ചേട്ടന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർഗരാജ്യവും നഷ്ടപ്പെട്ടു പോയത്.
ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 29-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ദാവീദ് പറയുന്ന ഒരു വചനഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ തിരുവചനം ഇപ്രകാരമാണ്. സന്ദർഭം നമുക്കറിയാം. ദാവീദ് തൻ്റെ മകൻ സോളമാൻ ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം കെട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ഭണ്ഡാരത്തിൽ സമ്പത്തും സ്വർണവും എല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹം ജനങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങളെല്ലാം തങ്ങൾക്കുള്ളതൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള മനസ്സോടെ ദൈവത്തിന് വേണ്ടി എന്നുള്ള ചിന്തയോടെ എല്ലാവരും ഉദാരമായിട്ട് ഭണ്ഡാരത്തിൽ ഇട്ടു. അത് കഴിഞ്ഞ് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു, അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയത്. വളരെ ചിന്താപരമായ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, നന്മ പ്രവൃത്തി ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന മനോഹരമായൊരു വചനമാണ് ദാവീദ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വചനം വീണ്ടും നമുക്കൊന്ന് ശ്രവിക്കാം. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു, അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയത്. മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നീ എന്ത് ചെയ്യുമ്പോഴും, നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിനക്ക് ദാനമായി നൽകിയതിൽ നിന്നാണ് നീ കൊടുക്കുന്നത്. പലപ്പോഴും ഇന്ന് മനുഷ്യൻ ഈ ചിന്ത നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാനായിട്ട് അവൻ മടിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ കഴിവിൽ ഞാൻ നേടിയത്, എൻ്റെ ബുദ്ധിയിൽ ഞാൻ നേടിയത്, എൻ്റെ അധ്വാനത്തിൽ നേടിയത്, എൻ്റെ കുടുംബ പാരമ്പര്യത്തിലൂടെ എനിക്ക് കിട്ടിയ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അഹങ്കരിച്ച് ജീവിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നന്മ പ്രവൃത്തികൾ കുറഞ്ഞു വരികയാണ്. നന്മ പ്രവൃത്തികൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും കടന്നു വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നന്മ പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. ധാരാളം സമ്പത്തുണ്ടായിരുന്നിട്ടും, ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യാമായിരുന്നിട്ടും ഞാൻ ആദ്യം പറഞ്ഞ മത്തായി ചേട്ടൻ അതെല്ലാം മറന്ന് സ്വത്ത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്വർഗ കവാടത്തിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് ആത്മാവിൻ്റെ വില. ആത്മാവിന് വില കൊടുക്കുന്ന മനുഷ്യനെ നന്മ പ്രവൃത്തിയിൽ വ്യാപരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ജഡത്തിൻ്റെ ചിന്തകളിൽ ജീവിക്കുന്ന വ്യക്തി എപ്പോഴും ജഡികമായ സുഖങ്ങളിൽ, ജഡികമായ ചിന്തകളിൽ, ജഡിക അഭിലാഷങ്ങളിൽ മുഴുകി നന്മ പ്രവൃത്തികളിൽ മുഴുകാതെ ജീവിക്കും. ലൂക്കയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ 3 മനോഭാവങ്ങളുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉപമയിൽ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന ആ കച്ചവടക്കാരൻ അർദ്ധപ്രാണനായിട്ടുള്ള അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് പോയ കുറച്ച് കള്ളന്മാരെയാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. കാരണം പിടിച്ചുപറിക്കാരൻ്റെ മനോഭാവമുള്ള മനുഷ്യർ യഥാർത്ഥ കള്ളന്മാരാണ്. അവർ യഥാർത്ഥ കള്ളന്മാരാണ്. കാരണം എന്താണ്? മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചു പറിക്കുന്ന സ്വഭാവം ഈ കാലഘട്ടത്തിലും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ മനോഭാവത്തോടെ ജീവിക്കുന്നവർ, ഇതേ മനോഭാവത്തോടെ അവർ ജീവിക്കാൻ കാരണം എന്താണ്? അവരുടെ ഉള്ളിലെ ആത്മാവിൻ്റെ വില തിരിച്ചറിയുന്നില്ല. ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞാൽ ഈ കള്ളത്തരവും ഈ തിന്മകളും ഒഴുകി ജീവിക്കാനായിട്ട് അവർ ഭയപ്പെടും. കാരണം ഈ ഭൂമിയിൽ കള്ളത്തരത്തിൻ്റെ ജീവിതം നയിച്ചാൽ, പിടിച്ചുപറിയുടെ ജീവിതം നയിച്ചാൽ, സ്വർഗരാജ്യത്തിൽ ആ കവാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മത്തായി ചേട്ടനുണ്ടായ അനുഭവം ഇവർക്കും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് ലഭിക്കുമ്പോൾ ഈ തിന്മകളിൽ നിന്ന് ഇവർ മാറും. പ്രിയമുള്ളവരെ, ഈ ഉപമയിലെ ആദ്യ വിഭാഗം പിടിച്ചുപറിക്കാരാണ്. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് അവൻ്റെ സമ്പത്ത് കൈക്കലാക്കുവാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ ആദ്യത്തെ മനോഭാവത്തിൽ, 1-ാമത്തെ മനോഭാവത്തിലുള്ളവരാണ്. കാരണം മാന്യമായ ജീവിതം നയിക്കാതെ കൈക്കൂലി വാങ്ങുന്നവർ, യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ വിലയറിയാതെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ്. കള്ളക്കച്ചവടം നടത്തുന്നവർ, അന്യൻ്റെ ഭാര്യയെ മോഷ്ടിക്കുന്നവർ, അന്യൻ്റെ ഭർത്താവിനെ മോഷ്ടിക്കുന്നവർ, ഇതൊക്കെ ഈ ഉപമയിലെ ആദ്യ വിഭാഗത്തിൽപ്പെടും. തങ്ങൾക്ക് അവകാശമല്ലാത്തതിനെ മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുക്കുന്നവർ.
അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പേരിൽ ആയാലും മറ്റുള്ളവരെ കൊള്ളയടിക്കുമ്പോൾ ഡൊണേഷൻ്റെ പേര് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനാവശ്യമായ സമ്പത്ത് വലിച്ചു കൂട്ടുവാനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് പൈസ സമ്പാദിക്കുമ്പോഴൊക്കെ ആദ്യത്തെ കച്ചവടക്കാരൻ്റെ പിടിച്ചുപറിക്കാരൻ്റെ തലത്തിൽ വ്യക്തി അധംപതിക്കുകയാണ്. അതുപോലെ തന്നെ വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റ് പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ, അതോടൊപ്പം തന്നെ കച്ചവടം നടത്തുന്നവർ, പഴകിയ വസ്തുക്കൾ, കാരണം ഇത് പഴകിപ്പോയി ഇനി ഇത് അങ്ങോട്ട് വിൽക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അത് മാറ്റി ഡേറ്റ് മാറ്റിയിട്ട് വീണ്ടും അത് വിൽക്കുമ്പോൾ ഈ തിന്മയാണ് ആദ്യം ചെയ്യുന്നത്. പിടിച്ചുപറിയുടെ മനോഭാവമുള്ള വ്യക്തികൾ. സമരിയാക്കാരൻ്റെ ഉപമയിലെ ഒന്നാമത്തെ മനോഭാവമുള്ള വ്യക്തിയാണെങ്കിൽ അവൻ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അവന് ലഭിക്കുന്നത് നിത്യ നരകാഗ്നിയാണ്. ആത്മാവിൻ്റെ വില മനസ്സിലാക്കാതെ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കവർച്ചക്കാരൻ്റെ തലത്തിൽ വ്യക്തി അധംപതിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിഷാംശം കലർന്ന ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ എത്രയോ പേര് ഇന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കച്ചവടത്തിൻ്റെ മേഖലകളിൽ കള്ളത്രാസും അതുപോലെ തന്നെ കള്ള രീതിയിൽ ചതിവും നടത്തി സമ്പത്ത് വർദ്ധിപ്പിച്ച് കുടുംബത്തിന് വേണ്ടി സമ്പാദ്യം നേടുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഭൂമിയിൽ തീരുന്നതല്ല. ഒരു ചെറിയൊരു രോഗം മതി, ചെറിയൊരു പനി മതി, ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് മതി നിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുവാൻ. ആർക്ക് വേണ്ടിയാണ് ഈ തിന്മ പ്രവർത്തിച്ച് നീ വാരിക്കൂട്ടുന്നത്? അത് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാവുകയില്ല. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സമ്പത്ത് അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് നീ നേടിയെടുക്കുവാൻ വളഞ്ഞ വഴികൾ ഉപയോഗിക്കരുത്. കവർച്ചയുടെ, പിടിച്ചുപറിയുടെ, മറ്റുള്ളവരെ ദ്രോഹിച്ച് അവരെ മർദ്ദിച്ച് അവശരാക്കി അവരുടെ മേൽ ചവിട്ടി നിന്നുകൊണ്ട് അവരുടെ സ്വത്ത് നീ കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഈ ഉപമയിലെ കവർച്ചക്കാരൻ്റെ തലത്തിൽ നിൽക്കുകയാണ്. രണ്ടാമത് ഈശോ പരിചയപ്പെടുത്തുന്നത് മറ്റുള്ള പിശുക്കൻ്റെ സ്വഭാവം ഉള്ള മനുഷ്യരെയാണ് കാണുന്നത്. ലേവായനും പുരോഹിതനും അവർ പിശുക്കിൻ്റെ മനോഭാവമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യം, ഞങ്ങളുടേതായിട്ടുള്ള സുരക്ഷിതത്വം, ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് എന്ത് നടന്നാലും ഞങ്ങൾക്കതൊന്നും ബാധിക്കുന്നതല്ല. കടന്നു പോകുന്ന വഴികളിൽ പലരുടെയും രോദനങ്ങൾ കേട്ടിട്ട് അവർക്ക് സഹായം ചെയ്യേണ്ട നിഷേധിച്ചുകൊണ്ട് കടന്നു പോകുന്ന സ്വാർത്ഥമതികളാണ് രണ്ടാമത്തെ വിഭാഗക്കാർ. ആത്മാവിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ജീവിക്കുന്നത്. സ്വന്തം സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവർ. കാരണം എന്ത് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഇത് പ്രശ്നം സൃഷ്ടിക്കാൻ പാടില്ല, ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന്, ഞങ്ങളുടെ സുഖത്തിന്, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്തയോടെ നന്മ പ്രവർത്തിക്കുവാൻ മടിച്ച് സ്വാർത്ഥതയിൽ ജീവിക്കുന്ന വിഭാഗം. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. ആത്മാവിൻ്റെ വില അറിയുന്ന വ്യക്തി എന്തു ചെയ്യും? മുന്നിൽ കാണുന്ന വിഷമത്തോടെ കിടക്കുന്ന സഹായം ആവശ്യമായിട്ടുള്ള വ്യക്തികളുടെ അടുക്കലേക്ക് നടന്നു നീങ്ങി അവരെ സഹായിക്കും. അവരെ കണ്ടിട്ട് മുഖം തിരിഞ്ഞ് നടന്നു പോവുകയില്ല. ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ, സ്വാർത്ഥതയുടെ ആ തലത്തിൽ ജീവിക്കുന്ന അനേകരെ കണ്ടെത്താനായിട്ട് പറ്റും. വഴിയിൽ മുറിവേറ്റ് കിടന്നവനെ കണ്ടിട്ടും ഇതെന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥതയോടെ നമ്മൾ പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ വാഹനം ഓടിക്കുന്നവരാകാം. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ കരുതാതെ, മറ്റുള്ളവരുടെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് യോഗ്യമായ രീതിയിൽ നമ്മൾ വാഹനം ഓടിക്കാതെ സ്വാർത്ഥപരമായ രീതിയിൽ നമ്മൾ സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള സ്വകാര്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ഈ രണ്ടാമത്തെ തലത്തിൽ ജീവിക്കുന്നവരാണ്. മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ടും എനിക്ക് എൻ്റെ കാര്യമാണ്, എൻ്റേതെന്നുള്ള ചിന്തയോടെ നീ അതിനെ അവഗണിച്ചു പോകുമ്പോൾ രണ്ടാമത്തെ തലത്തിൽ നിൽക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. ആത്മാവിൻ്റെ വില അറിയുന്ന വ്യക്തി, മുന്നിൽ കിടക്കുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ടെന്ന് അവൻ തിരിച്ചറിയും. ആത്മാവിൻ്റെ ഉള്ളിൽ ആത്മാവുള്ളവനും ആത്മാവിൻ്റെ വില അറിയാവുന്നവന് മാത്രമേ മറ്റുള്ളവരുടെ ആത്മാവിൻ്റെ വിലയറിഞ്ഞ് അവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും അവർക്ക് സഹായം കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഈ ഉപമയിലെ രണ്ടാമത്തെ വിഭാഗത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, മത്തായി ചേട്ടനെ പോലെ സ്വർഗ കവാടത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കും കരയേണ്ടി വരും.
മത്തായി ചേട്ടൻ കാരണം ഈ ഭൂമിയിലായിരുന്നപ്പോൾ മത്തായി ചേട്ടന് സ്വാർത്ഥതയുടെ ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച സമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം. മറ്റുള്ളവരെന്ത് വന്നാലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. തൻ്റെ മുമ്പിൽ ഭിക്ഷയച്ചു വന്ന ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് സഹായം തരണമേ എന്ന് കൈനീട്ടിയ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ ഒരു 10 രൂപ കൊടുത്തിട്ട് പഴകിയ 10 രൂപ കൊടുത്ത് മത്തായി ചേട്ടൻ ആ ഭിക്ഷക്കാരനെ വിട്ടപ്പോൾ മത്തായി ചേട്ടൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വർഗ കവാടത്തിൻ്റെ മുമ്പിൽ നിന്ന് ആത്മാവിനെ നശിപ്പിച്ചതിനെ ഓർത്ത് കരയേണ്ടി വരുമെന്ന്. പ്രിയമുള്ളവരെ, ഈ ഉപമയിൽ വീണ്ടും നമ്മൾ 3-ാമത്തെ തലത്തിലുള്ള മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും. 3-ാമത്തെ തലത്തിലുള്ള മനുഷ്യൻ ഉദാരമതികളാണ്. നല്ല സമരിയാക്കാരൻ യഥാർത്ഥത്തിൽ അവൻ ഉദാരമതിയായിരുന്നു. അവൻ സഞ്ചരിച്ചിരുന്ന കഴുതയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയുമൊക്കെ, അത് 2 ദനാറയുമൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നുള്ള ചിന്ത ഈ സമരിയാക്കാരൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം എന്താണ്? സമരിയാക്കാരന് തിരിച്ചറിയാം ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. തനിക്കുള്ളതൊക്കെ താൻ നേടിയതെന്ന് കരുതുന്നത് പോലും അത് തൻ്റെ കഴിവല്ല, മിടുക്കല്ല, ഭാഗ്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയാൽ കിട്ടിയതാണ്. ദൈവത്തിൻ്റെ കരുണയാൽ കിട്ടിയതെന്നുള്ള തിരിച്ചറിവുള്ള വ്യക്തി എപ്പോഴും ഉദാരമതി ആയിരിക്കും. അവൻ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള മനസ്സ് കാണിക്കും. കാരണം നല്ല സമരിയാക്കാരൻ പങ്കുവയ്ക്കുന്ന മനോഭാവത്തിൽ അവൻ വരാൻ കാരണം അവന് ഈ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ദാവീദിനുണ്ടായിരുന്ന തിരിച്ചറിവ് പോലെ, ദൈവമേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിൻ്റെ ദാനമാണ്. ഞങ്ങൾ എന്തെങ്കിലും നിനക്കായി തരുമ്പോഴും അത് നിൻ്റെ ഔദാര്യത്തിൽ നിന്നാണ് ഞങ്ങൾ തരുന്നത്, ഞങ്ങളുടേതല്ല എന്ന് ദാവീദ് പറയുവാനായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാടാണ്. അപ്പോൾ സ്വർഗ കവാടത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് തിരിച്ചറിയണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏതവസ്ഥയിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്? നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ പലതരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ദൈവം ദാനമായി നൽകിയതാണ് എല്ലാം എന്നുള്ള ചിന്തയുള്ളവന് മാത്രമേ കൂടുതൽ ഉദാരമതിയാകാനായിട്ട് സാധിക്കൂ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ കൂടി ഈ ആരോഗ്യവും ഈ കഴിവും ഈ സമ്പത്തും ഈ സൗന്ദര്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതല്ല. ആ ഒരു തിരിച്ചറിവ് ഈ സമരിയാക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കച്ചവടത്തിനായിട്ട് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരെ പോകാം. തൻ്റെ കയ്യിലുള്ള 2 ദനാറയും തൻ്റെ കയ്യിലുള്ള വീഞ്ഞും അതുപോലെ എണ്ണയുമൊക്കെ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടെ കടന്നു പോയിരുന്നെങ്കിൽ അർത്ഥപ്രാണനായി കവർച്ചക്കാരുടെ പീഡനങ്ങളിൽ മുറിവേറ്റ് കിടക്കുന്ന അർദ്ധപ്രാണനെ കണ്ടിട്ട് സമരിയാക്കാരൻ കടന്നു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ മനുഷ്യൻ എപ്പോഴും ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, തനിക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഒപ്പം തൻ്റെ ജീവിതം ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്നുള്ള തിരിച്ചറിവ്. ഇന്ന് നന്മ ചെയ്യണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്നുള്ള തിരിച്ചറിയണം. ആത്മീയ മനുഷ്യന് മാത്രമേ, യഥാർത്ഥ ആത്മാവിൻ്റെ വില അറിയുന്ന വ്യക്തിക്ക് മാത്രമേ നന്മയിൽ ജീവിക്കാനും നന്മ ചെയ്ത് മടുപ്പില്ലാതെ നന്മ പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇന്ന് ആത്മാവിൻ്റെ വില അറിഞ്ഞാണോ നമ്മളിന്ന് ജീവിക്കുന്നത്? നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ആത്മാവിന് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നു? ഈശോ പറയുന്നില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഈശോയുടെ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം ആത്മാവിന് പകരമായിട്ട് മനുഷ്യനൊന്നും കൊടുക്കാൻ പറ്റില്ല. ശരീരത്തിന് പകരമായിട്ട് ശരീരം വേണമെങ്കിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഈ ലോകത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ആത്മാവിനെ സൃഷ്ടിക്കുവാൻ ഒരിക്കലും മനുഷ്യന് സാധിക്കുകയില്ല. ആത്മാവിനെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ആത്മാവിൻ്റെ വിലയറിഞ്ഞ് ആ ആത്മാവിന് നിത്യരക്ഷ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടെ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഐക്യപ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവോടെ അവൻ ആത്മീയ തലയിൽ ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം. ജഡത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, മനുഷ്യൻ ജഡം മാത്രമല്ല. ഇന്ന് പലപ്പോഴും മനുഷ്യൻ ആത്മാവിനെ വിസ്മരിച്ച് ജഡത്തിന് വേണ്ടി ജഡിക കാര്യങ്ങൾ മാത്രം നോക്കുകയാണ്. ഈ ജഡത്തിൻ്റെ ചിന്ത കൂടുതൽ പ്രബലപ്പെടുന്നത് കൊണ്ടാണ് ആദ്യത്തെ 2 മനോഭാവങ്ങളിൽ വ്യക്തി അടിമപ്പെടുന്നത്. ജഡത്തിൻ്റെ കാര്യങ്ങളിൽ അമിതമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഉള്ളിൽ ആത്മാവിൻ്റെ വില മറന്നു പോകുന്നു. ആത്മാവിൻ്റെ ആ സാന്നിധ്യത്തെ ഈ മനുഷ്യൻ വിസ്മരിക്കുന്നു. അതുകൊണ്ടല്ലേ മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കണമെന്ന് ഈ കവർച്ചക്കാരുടെ മനോഭാവത്തിൽ ഈ വ്യക്തി നിലപാടെടുക്കുന്നത്. ഒരുവൻ്റെ കുടുംബത്തിൽ
വിശ്വസ്തയോടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയെ വശീകരിക്കുവാൻ ഒരുവൻ ശ്രമിക്കുവാൻ കാരണമെന്താണ്? ആത്മാവിൻ്റെ വില അറിയില്ല. കവർച്ചയുടെ മനോഭാവം. എങ്ങനെയും മറ്റുള്ളവരിൽ നിന്ന് എനിക്കെല്ലാം നേടിയെടുത്ത് എനിക്ക് അനുഭവിക്കണം, എല്ലാം എനിക്ക് അനുഭവിക്കണം. സ്വാർത്ഥതയുടെ മനോഭാവം, കവർച്ചയുടെ മനോഭാവം, ഇത് ആത്മാവിനെതിരായി പ്രവർത്തിക്കുവാൻ വ്യക്തികളെ നിർബന്ധിതരാക്കുന്നു. പ്രിയമുള്ളവരെ, മത്തായി ചേട്ടൻ്റെ ജീവിത അനുഭവം ചെറിയൊരു കഥയാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മത്തായി ചേട്ടൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അദ്ദേഹം എല്ലാം വാരിക്കൂട്ടി അദ്ദേഹം ഒരിക്കലും കരുതിയില്ല തൻ്റെ ഈ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടി വരുമെന്ന്. അദ്ദേഹം വിചാരിച്ചു ഈ ദീർഘനാൾ ജീവിക്കാം. മനുഷ്യനെ ഇന്ന് പിശാച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിന്തയാണ്. ഒരു കുഴപ്പവുമില്ല, ദീർഘനാൾ നിനക്ക് ജീവിക്കാം, അതുകൊണ്ട് നീ വാരിക്കൂട്ടുക. കള്ളത്തിലും ചതിവിലും കവർച്ചയിലും പിടിച്ചുപറിയിലുമൊക്കെ നീ എങ്ങനെയും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് വാരിക്കൂട്ടി നിൻ്റേതാക്കുക എന്ന് പിശാച് മനുഷ്യജീവിതങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഇന്ന് ആത്മാവിനെ മറന്ന് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുപോലും തട്ടിയെടുക്കുന്ന അവസ്ഥയിൽ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. പങ്കുവയ്ക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുപോലും തട്ടിയെടുക്കുവാൻ വ്യക്തികൾ നിർബന്ധിതരായി തീരുവാൻ കാരണമെന്താണ്? കർത്താവിൻ്റെ ഈ വചനം അവർ ധ്യാനിക്കുന്നില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? നാം നേടുന്നതും നാം സമ്പാദിക്കുന്നതും നമ്മൾ നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതുമൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണോ എന്നുകൂടി ഒരു നേരമൊന്ന് ചോദിക്കാൻ മനസ്സുണ്ടായാൽ നമുക്ക് നല്ല സമരിയാക്കാരനായിട്ട് മാറാൻ പറ്റും. നല്ല സമരിയാക്കാരനെ പോലെ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവർക്ക് നമ്മളിലൂടെ ലഭിക്കേണ്ട അവകാശം നീതിപൂർവം ന്യായപരമായ രീതിയിൽ കൊടുക്കാനും കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, ഉള്ളിൽ ആത്മാവുണ്ടെന്നും ആ ആത്മാവിന് ഒരു ക്ഷതമേൽക്കാൻ പാടില്ല എന്നും മരണത്തിലൂടെ നിത്യ കവാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിതപിക്കാനും പരാജയപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരാതിരിക്കാനും വേണ്ടി നമ്മൾ ആത്മാവിൻ്റെ വിലയറിഞ്ഞ് നന്മ പ്രവൃത്തികളിൽ മുഴുകണം. ഈ ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ദാവീദിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ദാവീദ് തൻ്റെ മകൻ സോളമൻ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി എല്ലാം സമ്പാദിച്ചതൊക്കെ അത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞ് ജനങ്ങളതെല്ലാം ഭണ്ഡാരത്തിൽ കൊണ്ടിടുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ നേടിയെടുത്തതല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയതല്ല, ദൈവമാണ് ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുക, ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നതിൽ നിന്ന് ഞങ്ങളിതാ നിനക്കായി തരുന്നു, ഞങ്ങളുടേതായിട്ടെന്ന് പറയുവാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഈ ദിനത്തിൽ ഈ ഒരു അവബോധത്തോടെ നമുക്ക് ജീവിക്കാനായിട്ടൊരുങ്ങാം. ഇന്ന് എനിക്കുണ്ട് എന്ന് കരുതുന്നതൊക്കെ അത് ദൈവം തന്നതാണെന്നും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുമുള്ള തിരിച്ചറിവോടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. നിത്യജീവൻ്റെ കവാടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ പത്രോസും വിശുദ്ധ മിഖായേലും നമ്മളെ നോക്കി പറയാൻ കഴിയണം, ജീവൻ്റെ പുസ്തകത്തിൽ നീ ചെയ്ത 1000 നന്മ പ്രവൃത്തികളുണ്ട്. 1000 നന്മ പ്രവൃത്തികൾ ജീവൻ്റെ പുസ്തകത്തിൽ, നീ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത നന്മ പ്രവൃത്തികൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി നീ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഇത് കേൾക്കുവാൻ തക്കവിധം നമുക്ക് നന്മയിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ആ വചനത്തിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ വിലയറിഞ്ഞ് നന്മ പ്രവൃത്തിയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കവർച്ച ചെയ്യുവാനും പിടിച്ചു പറിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിച്ച് സ്വത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കാതിരിക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീതിബോധം നിറയ്ക്കണമേ. സ്വാർത്ഥതയിൽ അടിമപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നവരെ വിസ്മരിച്ചോടാതെ സ്വാർത്ഥത മാറ്റി ആത്മാവിൻ്റെ വിലയറിഞ്ഞ് ശമരിയാക്കാരനെ പോലെ നന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, സാമൂഹിക ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ഞങ്ങൾ നന്മയുടെ ജീവിതം നയിക്കുന്നവരായി അറിയപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.